കായിക പരിശീലകർക്കും താരങ്ങൾക്കും മാനസിക ഏകാഗ്രത വളർത്തുവാൻ തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ക്യാമ്പ് ജൂലൈ 24 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് നടന്ന ക്യാമ്പിന് ഡോക്ടർ കെ വാസുകി IAS ആണ് നേതൃത്വം നൽകിയത്. തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തായ്ക്കൊണ്ടോ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ പ്രോഗ്രാം 2026 വിജയകരമായി സമാപിച്ചു. ജൂലൈ 24 മുതൽ 26 വരെ തിരുവനന്തപുരം മരിയാറാണി സെൻട്രൽ വെച്ചായിരുന്നു 3 ദിവസം നീണ്ടുനിന്ന പരിശീലന ക്യാമ്പ് അരങ്ങേറിയത്. മാസ്റ്റേഴ്സിനും സീനിയർ കായിക താരങ്ങളിലും പരിശീലകരിലും കായികക്ഷമതയോടൊപ്പം മാനസിക ഏകാഗ്രതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരള സംസ്ഥാന പ്രസിഡന്റും IAS ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ കെ വാസുകി IAS നേരിട്ടാണ് 3 ദിവസത്തെ ഈ മെഡിറ്റേഷൻ പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത്. തായ്ക്കൊണ്ടോ അസോസിയേഷൻ്റെ ട്രെയിനേഴ്സ്ക്കാണ് ഈ ഒരു 2 ദിവസമായിട്ട് ഒരു മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് സെഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്നത് അത് ഏത് സ്പോർട്സ് ആയാലും മാർഷൽ ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ നന്നായിട്ട് നമുക്ക് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫിസിക്കൽ ഫിറ്റ്നസ്സോടൊപ്പം തന്നെ മെൻ്റൽ ഫിറ്റ്നസ്സും ഒരു പരിധി വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മെച്ചപ്പെടണമെങ്കിൽ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ ഒരു ബേസിക് കോഴ്സിന് പറയാൻ സാധിക്കും. കായിക രംഗത്ത് ശാരീരികമായ കരുത്തിനൊപ്പം തന്നെ മാനസികമായ ഉണർവും ശാന്തതയും എത്രത്തോളം പ്രധാനമാണെന്ന് ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ഡോക്ടർ കെ വാസുകി IAS വിശദീകരിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി ഒഫീഷ്യലുകളും ഇൻസ്ട്രക്ടർമാരും ഈ ക്യാമ്പിൽ പങ്കെടുത്തു. അസോസിയേഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും സിഇഒയുമായ അജീബി, വൈസ് പ്രസിഡന്റും TDTA പ്രസിഡന്റുമായ ശ്രീമതി റാണി മോഹൻദാസ്, ജനറൽ സെക്രട്ടറി രതീഷ് V, ട്രഷറർ M മുഹമ്മദ് അബ്ദുൽ നാസർ എന്നിവർ പ്രോഗ്രാമിന്റെ വിജയകരമായ നടത്തിപ്പിന് പ്രധാന ചുമതലകൾ വഹിച്ചു. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര എന്നുള്ള ആ തത്വത്തെ അങ്ങേയറ്റം പാലിക്കുന്ന ഒരു ഗുരുക്കന്മാരുടെ ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ, അവരുടെ പങ്ക് അങ്ങേയറ്റം സ്തുത്യർഹമാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രസിഡൻറ്റ് കെ വാസുകി IAS ഒരു ഹോളിസ്റ്റിക് ഒരു 3 ദിവസത്തെ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ എല്ലാവരുടെയും സഹകരണത്തോടെ അത് വളരെ ഗുണം ചെയ്യുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ കുട്ടികൾ ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ പങ്കെടുക്കാൻ പോകുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് അവർ അനുഭവിക്കുന്നുണ്ട്. തായ്ക്കൊണ്ടോ ഒരു കോമ്പാക്റ്റ് ഇനമാണ് ആയതുകൊണ്ട് തന്നെ മത്സരത്തിന് മുമ്പായിട്ട് അവർക്ക് വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കോച്ചിങ് ക്യാമ്പുകളിലും ക്ലാസ്സുകളിലും കുട്ടികളെ മെഡിറ്റേഷൻ പഠിപ്പിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ ആ സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് അതിനെ എങ്ങനെ എത്രയും പെട്ടെന്ന് അതിനെ തീർപ്പാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്ഷമയും നല്ലൊരു സമൂഹത്തെയും വാർത്തെടുക്കാൻ ഇതിലൂടെ ഇവർക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എല്ലാവരും സമൂഹത്തിന് വേണ്ടി ഇനിയും പ്രവർത്തിക്കാൻ തായ്ക്കൊണ്ടോ അസോസിയേഷൻ ഓഫ് കേരള തയ്യാറാണെന്നുള്ള കാര്യവും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടുവന്ന് നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള വളരെ ഫലവത്തായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് അവർ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതായത് ശ്വാസത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റു ചിന്തകളെ മാറ്റി നിർത്തുന്നതിനുള്ള നിർദ്ദേശം തന്നു. ആ നിർദ്ദേശപ്രകാരം എല്ലാവരും അത് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ എല്ലാ ഇൻസ്ട്രക്ടർമാരും ഇരുന്നിട്ടുള്ളത്. കായിക പരിശീലകർക്കും ഒഫീഷ്യൽസിനും മാനസിക സമ്മർദ്ദങ്ങൾ അതിജീവിച്ച് കൂടുതൽ മികച്ച രീതിയിൽ കളിക്കാരെ വാർത്തെടുക്കുവാൻ ഈ മൈൻഡ്ഫുൾനെസ് ക്യാമ്പ് ഏറെ സഹായകരമായെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ തായ്ക്കൊണ്ടോ കായിക മേഖലയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നതായിരുന്നു ഈ ക്യാമ്പ്.